സദസ്സിലും വേദിയിലുമുള്ള ഏറെ പ്രിയപ്പെട്ടവരെ, വളരെ ആഹ്ലാദത്തോടും അഭിമാനത്തോടും അതോടൊപ്പം തന്നെ നമ്മുടെ കാലം അനിവാര്യമായും ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ഓരോ മനുഷ്യനിലും അടിച്ചേൽപ്പിക്കുന്ന ആശങ്കയോടും കൂടിയാണ് സബാബിൻ്റെ സുവർണ ജൂബിലി പതിപ്പിൻ്റെ പ്രകാശനത്തോടനുബന്ധിച്ചുള്ള ഈ സാംസ്കാരിക ഒത്തുചേരലിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പങ്കെടുക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷബാബിൻ്റെ ഈ സുവർണ ജൂബിലി പതിപ്പ് കയ്യിൽ കിട്ടിയതുകൊണ്ട് ഇതിലെ പ്രബന്ധങ്ങളിലൂടെ ഓടിച്ചു പോകാൻ സൂക്ഷ്മമായ വായനയാണ് എന്ന് പറഞ്ഞുകൂടാ, അത് പിന്നീട് നിർവഹിക്കപ്പെടുമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ കടന്നുപോയപ്പോൾ എൻ്റെ ചില തോന്നലുകൾ ഞാനിതിൻ്റെ സംഘാടക സുഹൃത്തുക്കളോട് പങ്കുവെക്കുകയുണ്ടായി. എൻ്റെ യോജിപ്പ്, വിയോജിപ്പ് ഉൾപ്പെടെ. പ്രധാനമായും എൻ്റെ ഒരു പ്രബന്ധം ഇതിൽ വന്നിട്ടുള്ളത് സംഭാഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ്. അതിൽ ചെറിയ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ പ്രകാശനം ചെയ്ത ഷബാബിൻ്റെ സുവർണ ജൂബിലി പതിപ്പ് സത്യത്തിൽ ഒരു വലിയ സംവാദമായി, സാംസ്കാരിക അന്വേഷണമായി കേരളത്തിൽ മാറേണ്ടതാണ്. വളരെ ഗൗരവമായ പഠനങ്ങളും നമ്മുടെ കാലത്തെ അപഗ്രഥിക്കുന്ന ആഴത്തിലുള്ള അന്വേഷണങ്ങളും അടങ്ങുന്ന, അനിവാര്യമായും നമ്മുടെ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു പാഠപുസ്തകമെന്ന രീതിയിൽ പരിഗണിക്കാവുന്ന, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ യോജിച്ചും വിയോജിച്ചും ചിന്തക്കുള്ള ഒരു പ്രചോദനം, പ്രകോപനം എന്ന അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സംരംഭം. ആ സംരംഭത്തിൻ്റെ അതിമഹത്തായ ഒരു ആവിഷ്കാര സന്ദർഭത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതാണ് ആഹ്ലാദം, അഭിമാനം. അതേസമയം ഈ കാലത്ത് എല്ലാ മനുഷ്യരുടെയും മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരാശങ്കയെക്കുറിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു നവഫാസിസ്റ്റ് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് സത്യത്തിൽ ഇതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾ, സാംസ്കാരിക ഇടപെടലുകൾ, അന്വേഷണങ്ങളൊക്കെ നടക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ നടക്കേണ്ടതും ഇത്തരമൊരു സന്ദർഭത്തിൽ തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് വളരെ സംക്ഷിപ്തമായി, വളരെ ചെറിയൊരു സമയമാണ് ഇവിടെ വളരെ കൂടുതൽ പണ്ഡിതർ പല വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കാനിരിക്കുന്നുണ്ട്. അതിനിടയിൽ വളരെ ചെറിയൊരു സമയം സംസാരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ ഒന്നാമതായി പ്രത്യേകിച്ചും ഇവിടെ പരാമർശിച്ച ഫാസത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇന്ത്യൻ അവസ്ഥയിൽ നവഫാസം എന്ന് പറയുന്ന, എന്നാൽ ക്ലാസിക്കൽ അടിസ്ഥാനത്തിൽ ഫാസം എന്ന് പറയുന്ന, സാധാരണഗതിയിൽ നാസിസവും ഫാസിസവും ഫലാഞ്ചലിസവും ഇത് മൂന്നും ചേർന്നാണ് യൂറോപ്പിലെ ക്ലാസിക്കൽ ഫാസം എന്ന് പൊതുവെ പറയുന്നത്. അതേക്കുറിച്ച് അതിൻ്റെ കേന്ദ്ര സ്രോതസ്സുകളിലൊന്നായ നാസി പ്രത്യയശാസ്ത്രം വൈമർ റിപ്പബ്ലിക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് 1918 യുദ്ധാനന്തരം, ഒന്നാം സാമ്രാജ്യത്വ യുദ്ധാനന്തരമാണ് 1919 ജർമ്മനിയിലെ വൈമർ എന്ന സാംസ്കാരിക പ്രബുദ്ധമായൊരു നഗരത്തിൽ വെച്ച് ഒരു പുതിയ റിപ്പബ്ലിക്കൻ ഭരണഘടന രൂപപ്പെടുകയും വൈമർ റിപ്പബ്ലിക് എന്ന് പറയുന്ന ജനായത്വത്തിൻ്റെ, പ്രത്യേകിച്ചും ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരുപാട് അവമാനങ്ങളുണ്ടായിരുന്നു. വേഴ്സായിൽ സന്ധി, വേഴ്സായിൽ ട്രീറ്റി എന്ന് പറയുന്ന ജർമ്മനിക്ക് മേൽ വിജയികൾ കെട്ടിവെച്ച അവമാനം ചുമന്നുകൊണ്ടാണ് ജർമ്മനി ജനായത്വത്തിലേക്ക് യുദ്ധാനന്തരം കടക്കുന്നത്. ഇത്തരമൊരു സന്ദർഭത്തിലാണ് വളരെ പതുക്കെ നാസി പ്രത്യയശാസ്ത്രം ജർമ്മനിക്ക് മേൽ കെട്ടിവെച്ച അവമാനം തൂത്തെറിയണമെന്ന, ഒരു പരിധിവരെ ജർമ്മൻകാരായ എല്ലാവരുടെയും, ജർമ്മൻകാർ മാത്രമല്ല ജർമ്മനിക്ക് പുറത്തുള്ള മനുഷ്യരുടെയും വികാര വിചാരങ്ങളെ തൊട്ടുണർത്താൻ കെൽപ്പുള്ളൊരു മുദ്രാവാക്യമായിരുന്നു അത്. അത്രമേൽ അപമാനകരമായ കാഴ്ചപ്പാടുകളാണ് അവർക്ക് മേൽ അടിച്ചേൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ എന്ന വ്യാജേന പതുക്കെ രൂപപ്പെട്ടു വന്ന നാസി പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് 30കളിൽ എഡ്ഗാർ ഏംഗൽ മോറർ
എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ നൽകിയ മുന്നറിയിപ്പ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ സംക്ഷിപ്തമായ ഇടപെടൽ തുടങ്ങാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് 30കളിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകത്തിൻ്റെ പേര് ജർമ്മനി പുട്സ് ദി ക്ലോക്ക് ബാക്ക്. ജർമ്മനി ജനായത്വത്തിലേക്കൊക്കെ വന്നെങ്കിലും ആ വന്ന അവസ്ഥയിൽ നിന്ന് അത് മുന്നോട്ട് പോവുകയല്ല, അത് ഘടികാരം പിറകോട്ട് തിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്ന മുന്നറിയിപ്പ് അദ്ദേഹം പറഞ്ഞത് വൈമർ റിപ്പബ്ലിക് പതനത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് എന്നും ഇവിടെ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരാനുള്ള സകല സാധ്യതകളുമുണ്ട് എന്നും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് നൽകിയ പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്നു എഡ്ഗാർ ആൻസൽ മോറർ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഞാൻ പ്രധാനമായിട്ടും പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ പശ്ചാത്തലത്തിലും 2022 സമാനമായ ഒരു മുന്നറിയിപ്പ് നമ്മുടെ ജനായത്ത കാഴ്ചപ്പാട് പുലർത്തുന്ന മുഴുവൻ മനുഷ്യരുടെയും മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് അവതരിപ്പിച്ചത് ഗ്രിഗറി എച്ച് സ്റ്റാൻഡൻ എന്ന് പറയുന്ന ജനോസൈഡ് വാച്ചിൻ്റെ സ്ഥാപകനാണ്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ചെയർമാൻ. ലോകത്ത് വംശഹത്യകളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്, പഠിക്കുക മാത്രമല്ല അതേക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അത് വരാതിരിക്കാൻ എന്ത് ജാഗ്രതകളാണ് ജനങ്ങൾ പാലിക്കേണ്ടത് എന്നവർക്ക് മുന്നറിയിപ്പ് നൽകുക. ഇതൊക്കെ നിർവഹിക്കുന്ന ജനോസൈഡ് വാച്ചിൻ്റെ സ്ഥാപകനും ചെയർമാനുമായ ഗ്രിഗറി എച്ച് സ്റ്റാൻഡൻ ഇന്ത്യൻ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം നടത്തിയ നടുക്കമുണ്ടാക്കുന്നൊരു പ്രസ്താവനയുണ്ട്. ഒരുപക്ഷെ എഡ്ഗാർ ആൻസൽ മോറർ 30കളുടെ ജർമ്മനിയിൽ നടത്തിയ പ്രസ്താവനയോട് ഒത്തുപോകുന്ന ഒന്നാണ്. ഇന്ത്യ ഒരു വംശഹത്യയുടെ മുനമ്പിലാണ് കിതച്ചു നിൽക്കുന്നത്. ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കുന്നില്ലെങ്കിൽ ഇന്ത്യൻ ജീവിതത്തിന് വലിയ മുറിവുകളായിരിക്കും സംഭവിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് ഉപോത്കലമായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും 2019 ഡിസംബർ 12 പൗരത്വ ഭേദഗതി നിയമത്തെ തുടർന്ന് രൂപപ്പെട്ട, പ്രത്യേകിച്ചും ആസാമിലൊക്കെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പരീക്ഷണശാലയായി 1ാം ഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആസാമാണ് എന്ന് വ്യക്തമാണ്. ആസാമിൽ നിന്നുള്ള നിരവധി വാർത്തകൾ, അത് മുഴുവൻ വിശദീകരിക്കാനല്ല, അതിലൊരു കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അത് ഇന്ത്യ ചരിത്രത്തിലോ ലോക ചരിത്രത്തിലോ അങ്ങനെ പറയാൻ കാരണം നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ജർമ്മനിയിലും അതുപോലെ തന്നെ ഇറ്റലിയിലും സ്പെയിനിലും ഒക്കെ നടന്ന ഭീകരമായ ക്രൂരമായിട്ടുള്ള ഫാസിസ്റ്റ് ഇടപെടലുകൾ, അതിൽ പ്രത്യേകിച്ചും അഡോൾഫ് ഹിറ്റ്ലറെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ, അതിൽ അതോറിറ്റേറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നതിനെ കേന്ദ്രമാക്കി മനഃശാസ്ത്രപരമായ ശ്രദ്ധേയമായൊരു പഠനം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ദ അനാട്ടമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ്. എറിക് ഫ്രോം എന്ന നിയോ ഫ്രോയിഡിയൻ മനഃശാസ്ത്രജ്ഞനാണ് അത് എഴുതിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം 2 പരികൽപ്പനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, ബയോഫീലിയ എന്ന് പറയുന്ന ജീവിത കാമനയാണ്. മറ്റൊന്ന് നെക്രോഫീലിയ എന്ന് പറയുന്ന ശവകാമുകതയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തളർന്നു നിൽക്കുന്ന ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു മാറ്റമുണ്ട്. അത് കണ്ടിട്ട് നമുക്കൊരു ആഹ്ലാദം ഉണ്ടാവും. അതാണ് ബയോഫീലിയ. അതായത് എന്തിനെയാണോ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, ചെടി ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, അതൊരു മനുഷ്യനാകാം, അതൊരു മൂല്യമാകാം, അതൊരു സംഭവമാകാം, അതൊരു അവസ്ഥയാവാം, അതൊരു പ്രക്രിയയാവാം, എന്തുമാവാം. എന്തിനെയാണോ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അതാണ് ജീവിത സ്നേഹം, ബയോഫീലിയ, ജീവിത കാമന. എന്നാൽ ജീവനുള്ള ഒന്നിനെ ജീവൻ ഇല്ലാത്തതാക്കി മാറ്റുക, അതാണ് നെക്രോഫീലിയ. അനാട്ടമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ് എന്ന നശീകരണത്തിൻ്റെ ശരീരശാസ്ത്രം എന്ന എറിക് ഫ്രോമിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും വലിയ നെക്രോഫീലിക് മാനസികാവസ്ഥയുടെ ഉദാഹരണമായി പറഞ്ഞ എല്ലാറ്റിനേക്കാളും ഭീകരമാണ് ഇന്ത്യൻ അവസ്ഥ എന്ന് പറയാനാണ് ഈ ഉദാഹരണം. ഞാനൊരു ഉദാഹരണം പറയാം. അന്ന് നെക്രോഫിലിക് മാനസികാവസ്ഥയുടെ ഉദാഹരണമായി പറഞ്ഞ ഒരു കാര്യം,
ഹിറ്റ്ലർ ഒരു മരണ വീട്ടിലേക്ക് ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മുമ്മ വളരെ തടിച്ചൊരു സ്ത്രീയാണ്. അവർ മരിച്ചു കിടക്കുന്നു. മരണ വീട്ടിൽ പൊതുവെ ആളുകളെല്ലാം മൗനം പുലർത്തി നിൽക്കെ സംസാരിക്കുന്നവരൊക്കെ ഒരു ഒതുക്കം പാലിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ ഹിറ്റ്ലർ ആ മരണ വീട്ടിൻ്റെ അന്തരീക്ഷത്തെ മുറിപ്പെടുത്തുന്ന വിധത്തിൽ അലറിച്ചിരിക്കുകയാണ് ആദ്യം ചെയ്തത്. എന്തിനാണ് ഹിറ്റ്ലർ ചിരിച്ചതെന്ന് ഹിറ്റ്ലർക്കേ അറിയുള്ളൂ. അത് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഈ തടിച്ചി തള്ളയുടെ ശരീരം ചെറിയ പീസാക്കി തുണ്ടാക്കിയിട്ട് ഒരു ചൂണ്ടലിൽ കോർത്ത് കായലിലേക്ക് ഇട്ടാൽ എത്ര മീൻ പിടിക്കാൻ പറ്റും, അത് വറുത്ത് തിന്നാൽ എന്തൊരു രസമായിരിക്കും എന്ന് പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിക്കുകയുണ്ടായത്. ഇതാരെങ്കിലും ചിരിപ്പിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞ തമാശയല്ല, അയാളുടെ തന്നെ ഒരു തമാശയാണ്. ഇതാണ് നെക്രോഫീലിക് ബലിതത്തിൻ്റെ ഉദാഹരണം. എന്നാൽ ഞാൻ ഈ ഉദാഹരണം സൂചിപ്പിക്കുന്നത് ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ ഇന്ത്യ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉദാഹരണമാണ് ആസാമിലെ ഡെറാങ് സംഭവം. ഡെറാങ് സംഭവം എന്ന് പറയുന്നത് ആസാമിലെ ഒരു പാവം മനുഷ്യൻ, ഇതൊക്കെ ദൃശ്യങ്ങളായിട്ട് വന്നാണ്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴേ നമുക്കത് വ്യക്തമാവുള്ളൂ. ഒരു പാവം മനുഷ്യൻ കണ്ടാൽ തന്നെ നമുക്കറിയാം, വിരലുകൊണ്ടൊന്ന് തള്ളിയാൽ വീണു പോകുന്ന അത്ര ക്ഷീണിച്ചൊരു മനുഷ്യൻ. മൊയ്നുൽ ഹക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പോലീസ് വെടിയേറ്റിട്ട് മരിക്കുകയാണ്. എങ്ങനെയാണ് പോലീസുകാർ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെടിയുണ്ട കൊള്ളിച്ചത് എന്നുള്ളത് ഭാവിയിൽ ഒരു ഗവേഷണ വിഷയമാണ്. അത്ര ക്ഷീണിച്ചൊരു മനുഷ്യനാണ്. ഇനിയാണ് നെക്രോഫീലിക് അവസ്ഥ. വെടിവെച്ച് വന്നതല്ല, അതൊന്നും നെക്രോഫീലിക് എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ സ്റ്റേറ്റിൻ്റെ സ്ഥിരം കലാപരിപാടികളിൽ ഒന്നായി മാത്രമേ പരിഗണിക്കാനാവുകയുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഈ പോലീസിനോടൊപ്പമുള്ള ഒരു ഔദ്യോഗിക ഫോട്ടോഗ്രാഫർ ബിജോയ് ശങ്കർ ബനിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ ഡാൻസ് ചെയ്തു. മൃതദേഹ നൃത്തം എന്നത് ഭാവിയിൽ ഇന്ത്യാ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. അതിന് മുമ്പ് അങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിന് പിമ്പും അങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിന് പിമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കാൻ കാരണം നിങ്ങളാണ്, ഞാനാണ്, ഇന്ത്യയിലെ ജനതയാണ്. അവരത് എഴുതി, അവരത് പറഞ്ഞതിൻ്റെ മുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവരതിനെതിരെ പ്രതികരിച്ചു, അതിനെതിരെ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇതുകൊണ്ടാവാം ആസാമിൽ പല ക്രൂരതകളും പിന്നെയും അരങ്ങേറി. പക്ഷെ മൃതദേഹ നൃത്തം അരങ്ങേറിയിട്ടില്ല. എറിക് ഫ്രോം അനാട്ടമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവിൽ ഇതുപോലൊരു സംഭവം അവതരിപ്പിച്ചിട്ടില്ല. ഇനി അവിടെ നിൽക്കുന്നില്ല. ആ പാവം മനുഷ്യൻ്റെ വളരെ ശുഷ്കിച്ച മൃതദേഹത്തിൽ ഇയാൾ എങ്ങനെ നൃത്തം ചെയ്തു എന്നുള്ളത് അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നല്ല പരിശീലനം കിട്ടിയ ഒരു അഭ്യാസിക്ക് മാത്രമേ അങ്ങനെ ഇത്രമാത്രം ശോഷിച്ചൊരു ശരീരത്തിൽ നൃത്തം ചെയ്യാൻ കഴിയൂ. അത് വീഡിയോയിൽ പകർത്തി സ്വകാര്യ ആഹ്ലാദത്തിന് ഇടക്കിടക്ക് ഭക്ഷണത്തിന് മുമ്പോ പിമ്പോ കാണുകയല്ല ചെയ്തത്. മറിച്ച് ജനങ്ങളെ മുഴുവൻ കാണിക്കേണ്ട മഹത്തായൊരു കാര്യമായിട്ട് അത് തോന്നി. ഇതാണ് ഡെറാങ് ഇൻസിഡൻറ്റ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതുപോലുള്ള നിരവധി സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഗ്രിഗറി എച്ച് സ്റ്റാൻഡൻ നടത്തിയ, അദ്ദേഹത്തിന് അതിനൊരു വർഗീകരണ പദ്ധതിയുണ്ട്. 10 കാര്യങ്ങളാണ്, ഒരു സമൂഹത്തിൽ നടക്കുന്ന 10 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നൊരു പ്രശ്നം, ഇന്ത്യയുടെ വൈവിധ്യമാണ് ഒരു പക്ഷേ ഇന്ത്യൻ ജനത നവഫാസിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വെട്ടിൻ്റെ ചവിട്ടിൻ്റെ ആഴം വേണ്ടത്ര ഉൾക്കൊള്ളാതിരിക്കാനുള്ളൊരു കാരണം. ഇന്ത്യ ജർമ്മനിയല്ല, ഇന്ത്യ ഇറ്റലിയുമല്ല, അതിനൊക്കെ അപ്പുറത്ത് അതിവിസ്തൃതമായൊരു രാഷ്ട്രമാണ്, വൈവിധ്യങ്ങളുടെ ഒരു രാഷ്ട്രമാണ്. മണിപ്പൂർ എത്രയോ ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ രാജ്യം കത്തിക്കൊണ്ടിരിക്കുകയാണ്, സഹായിക്കണേ എന്ന നിലവിളികൾ അവിടെ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൽ നിൽക്കുമ്പോൾ നമുക്കതിൻ്റെ തീവ്രത തിരിച്ചറിയാൻ പറ്റില്ല, അതിൻ്റെ പൊള്ളൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത്രമാത്രം വൈവിധ്യമുള്ളത് കൊണ്ടും ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഈ ഫാസിസത്തെ പ്രതിരോധിക്കാനുള്ളത് കൊണ്ടും ഒരൊറ്റ കൃത്രിമമായ ഏകത്വത്തിലേക്ക്
പരമാവധി ശ്രമിച്ചിട്ടും ഇന്ത്യൻ ജനതയെ ചുരുക്കിയെടുക്കാൻ ഫാസിസ്റ്റുകൾക്ക് കഴിയാതിരിക്കുന്നത് കൊണ്ടും ആണ് ഒരു പരിധിവരെ ഈ ഭീകരതകൾ എല്ലാ സ്ഥലത്തും ഒരേ അനുപാതത്തിൽ ആവർത്തിക്കപ്പെടാത്തത്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു ജനതക്ക് ഒരു ജനായത്ത ജീവിതം സാധ്യമാണ് എന്ന് പറയാൻ കഴിയില്ല. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി മാധ്യമങ്ങൾ ഇതിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക്, അത് ചരിത്രത്തിൽ നിന്ന് ഞാൻ നേരത്തെ എഡ്ഗാർ ആൻസൽ മോററെക്കുറിച്ച് പറഞ്ഞ പോലെ ചരിത്രത്തിൽ നിന്ന് മറ്റൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ആ കാര്യം സൂചിപ്പിക്കാം. എല്ലാം സംക്ഷിപ്തമായിട്ടാണ്. രണ്ടാമത് ഞാൻ സൂചിപ്പിക്കുന്ന ഉദാഹരണം ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. 14-18 കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് വൂഡ്രോ വിൽസനാണ്. ഈ സാമ്രാജ്യത്വ യുദ്ധത്തിൽ അമേരിക്കൻ ജനതയ്ക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ സമാധാനപ്രിയരായിരുന്നു, അവർ യുദ്ധവിരുദ്ധരായിരുന്നു. അമേരിക്കൻ ഭരണകൂടം യുദ്ധത്തിൽ പങ്കെടുത്തെങ്കിലും ജനങ്ങൾ യുദ്ധത്തിന് അനുമതി കൊടുത്തില്ല. അത് അമേരിക്കൻ ഭരണകൂടത്തെ പരിഭ്രാന്തമാക്കി. യുദ്ധവിരുദ്ധരായ ഈ മനുഷ്യരെ, സമാധാന പ്രിയരായ ഈ മനുഷ്യരെ എങ്ങനെ യുദ്ധ ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നവരാക്കി മാറ്റും എന്നതിനെക്കുറിച്ച് അവർ ആലോചിച്ചു. അതിനുവേണ്ടി നിയമിച്ച ഒരു കമ്മീഷനാണ് ക്രീൾ കമ്മീഷൻ. സത്യത്തിൽ ഇന്ന് പഠിക്കപ്പെടേണ്ട, വീണ്ടും നമ്മൾ റീവിസിറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ക്രീൾ കമ്മീഷൻ. ജോർജ് ക്രീൾ എന്നു പേരായ ഒരു പ്രശസ്തനായ പത്രപ്രവർത്തകൻ്റെ നേതൃത്വത്തിലാണ് വൂഡ്രോ വിൽസൺ ഈ കമ്മീഷനെ നിയമിച്ചത്. ഈ കമ്മീഷനിൽ ഏൽപ്പിച്ച ദൗത്യമെന്ന് പറയുന്നത് സമാധാനപ്രിയരായ ജനതയെ യുദ്ധപ്രിയരാക്കി മാറ്റണം. അങ്ങനെ മാറ്റാൻ വേണ്ടി ക്രീൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അതിലൊന്ന് 4 മിനിറ്റ് പ്രഭാഷണമാണ്. 4 മിനിറ്റ് പ്രഭാഷണം. നമ്മളൊക്കെ ദീർഘമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല. 4 മിനിറ്റ് മാത്രം. എന്നിട്ട് ആ 4 മിനിറ്റിൽ ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റണം. അത്ര വികാരനിർഭരമായ പ്രഭാഷണങ്ങളായിരിക്കണം. 4 മിനിറ്റ് പ്രസംഗം. പിന്നെ ചിത്രങ്ങൾ, പോസ്റ്ററുകൾ, മുദ്രാവാക്യങ്ങൾ, എളുപ്പത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാൻ കഴിയുന്ന തരത്തിലുള്ള നിരവധി വാക്കുകൾ, ഇതൊക്കെ രൂപപ്പെടുത്തിയെടുക്കണം. നമുക്ക് അത്ഭുതകരമായി തോന്നും. 6 മാസം കൊണ്ട് ഈ ക്രീൾ കമ്മീഷൻ അവരുടെ പ്രചാരണ യുദ്ധം, പ്രൊപ്പഗാൻഡ വാർ നടത്തുകയും ആ യുദ്ധത്തിൽ ഏറെക്കുറെ അവർ വിജയിക്കുകയും ചെയ്തു. ജർമ്മൻകാരായ കൊച്ചു കുട്ടികളെപ്പോലും പിച്ച് കീറണമെന്ന് അലറി വിളിക്കുന്ന ഒരു ജനതയായി അമേരിക്കക്കാരിൽ ഒരു വിഭാഗത്തെ മാറ്റി. ഈ പ്രചാരണ പ്രവർത്തനത്തിൽ പ്രധാന പങ്കുവഹിച്ച ജോർജ് ക്രീളിനൊപ്പം പങ്കുവഹിച്ച ഒരാളാണ്, ആ കമ്മിറ്റിയിലെ അംഗമാണ് എഡ്വാർഡ് ബർണൈസ്. ആ പേര് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവും ഫ്രോയിഡിയൻ മനഃശാസ്ത്രത്തിൽ ആഴത്തിൽ അവഗാഹമുള്ള ആളും ആയിരുന്നു എഡ്വേർഡ് ബർണൈസ്. അദ്ദേഹം ഈ ഫ്രോയിഡിയൻ തത്വത്തിൻ്റെ ഒരു ചുരുക്കം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ബോധപൂർവമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്നത്, ഞാൻ പറയുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അതിൻ്റെ വേര് അബോധത്തിലാണ്. അതുകൊണ്ട് അബോധത്തിലേക്ക് ഒരാശയം കടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒരാഹ്വാനവും ഇല്ലാതെ തന്നെ അത് പ്രവർത്തിക്കും. ഇന്ത്യയിൽ അത്തരം ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ടോ എന്നതിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ എഡ്വാർഡ് ബർണൈൽസിനെ കുറിച്ച് പറയുന്നത്. എഡ്വാർഡ് ബർണൈൽസിൻ്റെ ഈ കഴിവ്, പ്രചാരണ യുദ്ധത്തിൻ്റെ പ്രയോഗത്തിൽ എഡ്വാർഡ് ബർണൈൽസിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ ചില കോർപ്പറേറ്റുകൾ അദ്ദേഹത്തെ വിലക്കെടുത്തു, വാടകക്കെടുത്തു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് 1928 ഞാൻ ഓർക്കുന്നത്. ആ കാലത്ത് ടുബാക്കോ ഇൻഡസ്ട്രി, പുകവലി വ്യവസായം വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈ സമയത്ത് ആ പ്രതിസന്ധിയിൽ നിന്ന് അതിനെ എങ്ങനെ രക്ഷിക്കും എന്ന് എഡ്വേർഡ് ബർണൈൽസുമായി അവർ ചർച്ച ചെയ്തു. എഡ്വേർഡ് ബർണൈൽസ് ഒരു പദ്ധതി രൂപീകരിച്ചു. അത്ഭുതകരമായ കാര്യം, ആ പദ്ധതിയുടെ വിജയമാണ് പുകവലി വ്യവസായത്തിൻ്റെ പ്രതിസന്ധി പരിഹരിച്ചത്. അതിന് അദ്ദേഹം ചെയ്തത്
അതിൻ്റെ പേര് ടോർച്ചസ് ഓഫ് ഫ്രീഡം എന്നാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ തീപ്പന്തം എന്ന് അദ്ദേഹം പേരിട്ടു. അദ്ദേഹം ചെയ്തത് ഈസ്റ്റർ പരേഡ്, 10,000-കണക്കിന് മനുഷ്യർ പങ്കെടുക്കുന്ന, അതിൽ തന്നെ ധാരാളം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു പരേഡാണ് ഈസ്റ്റർ പരേഡ്. ആ പരേഡിലേക്ക് ഇയാൾ 100-കണക്കിന് യുവതികളെ റിക്രൂട്ട് ചെയ്തു. എന്നിട്ട് യുവതികൾക്കൊരു നിർദ്ദേശം കൊടുത്തു, ഒരു പ്രത്യേക സമയത്ത് ഈ പരേഡിൻ്റെ ഇടയിൽ നിങ്ങൾ സിഗരറ്റിന് തീ കൊളുത്തണം. അങ്ങനെ അവർ സിഗരറ്റിന് തീ കൊളുത്തി. അതുവരെ യൂറോപ്പിൽ പൊതുവായി സ്ത്രീകൾ പുകവലിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അത് അവമാനകരമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ടോർച്ചസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഈ പദ്ധതിയോടുകൂടി അത് അഭിമാനകരമായ ഒന്നായി തീർന്നു. അങ്ങനെ ടുബാക്കോ ഇൻഡസ്ട്രി രക്ഷപ്പെട്ടു, മനുഷ്യർ കഷ്ടപ്പെട്ടു. സത്യത്തിൽ കേരളത്തിലും ഇതിൻ്റെ ഒരു അനുരണനം പിന്നീടുണ്ടായി. അത് ഞാൻ ഓർക്കുന്നത് 1970-കളിലാണ്. അന്ന് പനാമ കമ്പനിയാണെന്ന് തോന്നുന്നു, പുരുഷന്മാർക്ക് മാത്രം മതിയോ സംതൃപ്തി. അന്നത്തെ പരസ്യം ഇങ്ങനെയായിരുന്നു, മെൻ ഓഫ് ആക്ഷൻ സാറ്റിസ്ഫാക്ഷൻ, സിഗരറ്റിൻ്റെ പരസ്യം. ആ കൂട്ടത്തിലൊരൊറ്റ ചോദ്യം, പുരുഷന്മാർക്ക് മാത്രം മതിയോ സംതൃപ്തി. ന്യായമായ ചോദ്യമാണ്. അങ്ങനെ കൂടുതൽ ഉപഭോക്താക്കളെ, സ്ത്രീകളെ കൂടി കണ്ടെത്തി ആ വ്യവസായം വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിന് സഹായകമായ വിധത്തിലുള്ള ആശയങ്ങൾ ഉൽപ്പാദിപ്പിച്ചതും അതിനെ ഒരു പ്രചാരണ യുദ്ധം, ഞാൻ സൂചിപ്പിക്കുന്നത് പ്രൊപ്പഗാൻഡ വാർ, ഇത് വളരെ പ്രധാനമാണ്. പ്രൊപ്പഗാൻഡ വാർ, ആ പ്രൊപ്പഗാൻഡ വാറാണ് സമാധാനപ്രിയരെ, ജർമ്മൻകാരാണെങ്കിൽ കുട്ടികളെപ്പോലും പിച്ച് ചീന്തണമെന്ന ക്രൂരതയിലേക്ക് നയിച്ചത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സമാധാനപ്രിയരായ ജനതയെ ഭീകരരാക്കി മാറ്റാൻ പറ്റും. ചോര കൊതിക്കുന്നവരായി അവരെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. അതിന് പ്രചാരണ യുദ്ധം, അവിടെയാണ് മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് എന്നുള്ളത് പ്രധാനമായി തീരുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, ഇപ്പോൾ കേരളത്തിൽ നിന്നൊരു ഉദാഹരണം അനുബന്ധമായിട്ട് ഞാൻ പറയാം. നമ്മളിപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിൽ നിതിൻ രാജ് ആത്മഹത്യ ചെയ്തു എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. പക്ഷേ ആത്മഹത്യയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പഴയ കവിതയാണ് സാധാരണ ഓർക്കാറുള്ളത്. ആത്മഹത്യക്കും കൊലക്കുമിടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന ജീവിതം. ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊല, എന്നാൽ ഇത് രണ്ടും അല്ലാത്തൊരു ഏർപ്പാടുണ്ട്. അവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് പറയുന്ന സ്ഥാപനവൽകൃത കൊല. പ്രത്യക്ഷത്തിൽ കൊലയല്ല, ആത്മഹത്യയാണ്, എന്നാൽ സൂക്ഷ്മാർത്ഥത്തിൽ ആത്മഹത്യയുമല്ല. ഇത്തരമൊരവസ്ഥയാണ് ജിതിൻ രാജിൻ്റെ കൊലയിൽ സംഭവിച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ജാതി മേൽക്കോയ്മയാണ് ജിതിൻ രാജിനെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഉന്തി വീഴ്ത്തിയത്. പക്ഷേ ആ കൈകൾ അദൃശ്യമായിരുന്നു. അത് സംഭവിക്കും. ഇപ്പോൾ എസ് കെ പൊറ്റേക്കാട്, മലയാളത്തിൻ്റെ മാസ്റ്റർ ജീനിയസാണ് എസ് കെ പൊറ്റേക്കാട്. അദ്ദേഹം 50കളിൽ കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. മൊംബാസു എന്ന ആഫ്രിക്കയിലൊരു സ്ഥലത്താണ് ഒരു കുട്ടി, ആ കുട്ടിയുടെ മാതാവ് വെള്ളമെടുക്കാൻ പോകുമ്പോൾ കൂടെ പോകാൻ കരയാണ്. അപ്പോൾ കുട്ടിയെ കൂടി കൊണ്ടുപോകാൻ കഴിയില്ല, 5 വയസ്സുള്ള കുട്ടിയാണ്, അതിനെ എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല, വെള്ളവും ചുമക്കണമല്ലോ. അതുകൊണ്ട് ആ മാതാവ് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കി. പക്ഷേ കുട്ടി നിലവിളിക്കാൻ തുടങ്ങി. തന്തക്കാപ്പിരിക്ക് ദേഷ്യം വന്നു. അയാൾ അവിടെയുള്ള ഒരു ഉരലിൽ ഈ കുട്ടിയെ എടുത്തിട്ട് ഇടിച്ച് ചമ്മന്തിയാക്കി. ഞാനിത് എൻ്റെ കൂട്ടിച്ചേർക്കലല്ല കേട്ടോ, ഇത് എസ് കെ പൊറ്റേക്കാട് എഴുതിയതാണ്. ഇടിച്ച് ചമ്മന്തിയാക്കി കളഞ്ഞു. എന്നിട്ട് എസ് കെ അടിയിലൊരു വാചകം കൂടി എഴുതിയിട്ടുണ്ട്, ഇതാണ് അസൽ കാപ്പിരി സ്വഭാവം. ആ വാക്യം എസ് കെ പൊറ്റേക്കാട് എഴുതിയതല്ല, കൊളോണിയലിസം എസ് കെയെ കൊണ്ട് എഴുതിപ്പിച്ച വരികളാണത്. ആദ്യം പറഞ്ഞ് തന്നെ വസ്തുതാപരമായി ശരിയാവാൻ സാധ്യതയില്ല. കാരണം 5 വയസ്സുള്ള കുട്ടികളെ ഇട്ട് ഇടിക്കാൻ പറ്റിയ ഉരൽ, നമ്മളിപ്പോൾ മ്യൂസിയത്തിലൊക്കെ പോകുമല്ലോ, ആഫ്രിക്കയിലെ ഉരൽ, യൂറോപ്പിലെ ഉരലൊക്കെ നോക്കുമ്പോൾ 5 വയസ്സുള്ള കുട്ടികളെ, ആഫ്രിക്കയിൽ 5 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പുഷ്ടിയുള്ള കുട്ടിയാണ്.
ആ കുട്ടിയെ എടുത്ത് അങ്ങനെ ഇടിക്കാൻ പറ്റില്ല. പിന്നെ ഇടിച്ചാൽ തന്നെ ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ കുട്ടി ഇങ്ങനെ ഒലക്കങ്ങനെ എടുത്ത് ഇടി വരാൻ കാത്തിക്കില്ല, തുള്ളി പുറത്തേക്ക് വരും. അപ്പോൾ എന്തായാലും ഇടിച്ച് കൊല്ലാൻ പറ്റില്ല. ഇനി ഇടിച്ച് കൊന്നാൽ ചമ്മന്തിയാക്കാൻ പറ്റില്ല. ഇനി ചമ്മന്തിയാക്കിയാന്ന് വിചാരിക്കുക. ആ അവസാനം എഴുതിയ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ് അസൽ കാപ്പിരി സ്വഭാവം. നീഗ്രോക്കൾക്കിടയിൽ ഏതെങ്കിലും ഒരാളുടെ സ്വഭാവം മുഴുവൻ നീഗ്രോക്കളുടെയും സ്വഭാവമാണ് എന്ന് പറയുന്നത് കൊളോണിയൽ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് SK ആണ് എഴുതിയത്, പക്ഷെ അത് എഴുതിയത് SK അല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സിനിമയിൽ, നമ്മുടെ നോവലിൽ, നമ്മുടെ നാടകത്തിൽ, നമ്മുടെ യാത്രാ വിവരണത്തിൽ, നമ്മുടെ സംഭാഷണങ്ങളിൽ ഒക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ നാട്ടിലൊരു ചെറിയ പരസ്യം പറയാം. സാധാരണ നമ്മൾ ആലോചിക്കില്ല, പക്ഷേ എങ്ങനെയാണ് അതിൽ ജാതി മേൽക്കോയ്മ അടങ്ങിയിട്ടുള്ളതെന്ന് ഞാൻ പറയാം. പല സ്ഥലത്തും ഇപ്പം ചെറിയ നാടൻ ഹോട്ടൽ, നാടൻ ഭക്ഷണം, വീട്ടിലെ ഊണ് വാഴയിലയിൽ നൽകും. അപ്പോൾ വാഴയില വലിയൊരു പരസ്യമായിട്ട് മാറുകയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു രഹസ്യം അന്വേഷിച്ചപ്പോൾ അതിലെ ജാതി വ്യക്തമായി. കാരണം എൻ്റെ തന്നെ ഒരു സുഹൃത്ത് പല സംവാദങ്ങൾക്കിടയിൽ പറഞ്ഞത്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പ്ലേറ്റ് കണ്ട അലവലാദികളൊക്കെ കഴിച്ച് അതിലല്ലേ, അത് എച്ചിലല്ലേ ഈ പ്ലേറ്റ്, അതിലല്ലേ നമ്മൾ കഴിക്കുന്നത്. വാഴയിലാവുമ്പോൾ ഒരു തവണ കഴിച്ച് അത് ഉപേക്ഷിക്കുകയാണ്. യൂസ് ഇറ്റ് ആൻഡ് ത്രോ ഇറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പറയേണ്ടെന്നർത്ഥം. കൂടുതൽ പറയാതെ തന്നെ വ്യക്തമാണ്. ഞാൻ പറയുന്നത്, ജാതി മേൽക്കോയ്മ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നിതിൻ രാജിൻ്റേത് വളരെ കൃത്യമാണ്. നിതിൻ രാജിനെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഉന്തി വീഴ്ത്തിയത് ജാതി മേൽക്കോയ്മയുടെ അദൃശ്യ കരങ്ങളാണ് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് യാതൊരു തർക്കവുമില്ല. ആളുകൾ പറയുന്നുണ്ട് ഈ സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നു, അതുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സാമ്പത്തിക പ്രയാസം ഉള്ള മനുഷ്യർ കേരളത്തിൽ, പ്രത്യേകിച്ചും പഠനത്തിൽ മാത്രമല്ല, കടുത്ത രോഗം വന്നിട്ട് 1.5 കോടിയൊക്കെ വേണ്ടത് നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയിലൊക്കെ അനൗൺസ് ചെയ്തിട്ട് 2 കോടി കിട്ടിയിട്ട് ബാക്കി 1/2 കോടി തിരിച്ചു കൊടുക്കുന്നത് വരെ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു കോളേജിൽ നിരവധി സുഹൃത്തുക്കളുള്ള ഒരാൾ ഒരു 14,000 ഉറുപ്പ്യക്ക് വേണ്ടി ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് വെള്ളം കൂട്ടാതെ വിഴുങ്ങാൻ പ്രയാസമാണ്. സാമ്പത്തിക പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതിനപ്പുറത്തുള്ള മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന, അവിടെയാണ് നമ്മുടെ ഇന്ത്യൻ അവസ്ഥയിൽ ഫാസം എന്ന് വിളിക്കപ്പെടുന്ന, നവഫാസം എന്ന് വിളിക്കപ്പെടുന്നത്. അതിൻ്റെ വേര് ആഴ്ന്നു കിടക്കുന്നത്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ജാതി മേൽക്കോയ്മ വ്യവസ്ഥയിലാണ്. ഈ കാര്യം ഊന്നി പറയാൻ വേണ്ടിയാണ് ഈ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഇനി ഇത് അവസാനിപ്പിക്കുമ്പോൾ, ഈ അടുത്ത് 2 ദിവസം മുമ്പാണ് മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ഷിഹാബ് പൊയ്ത്തുംകടവ് എന്നെ വിളിച്ചു. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പ്രധാനമായിട്ടും എന്നോട് പറഞ്ഞത്, KN ആ ഒരു അമ്മൂമ്മയുടെ കഥ പറഞ്ഞല്ലോ, അത് എവിടുത്തെ പ്രസംഗത്തിൽ നിന്നാണെന്നറിയില്ല, അത് വീഡിയോയിലായിട്ട് വന്നിട്ടുണ്ട്, അത് വൈറലായി, അതെന്നെ വല്ലാതെ സ്പർശിച്ചു. ആ കഥ ആരെഴുതിയതാണ്, അതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാനാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. അന്ന് തന്നെയായിരുന്നു KT മുഹമ്മദ് അനുസ്മരണം കോഴിക്കോട് മാനാഞ്ചിറ പാർക്കിൽ. അവിടെ ചെന്നപ്പോൾ അവിടുന്ന് രോവിത് കുട്ടോത്തു ഇതേ കഥയെക്കുറിച്ച് ഒരുപാട് പേർ അന്വേഷിച്ചതായിട്ട് അവന് മെസ്സേജ് വന്നതായിട്ട് എന്നെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ആ കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആ കഥ പറയുന്നതിൻ്റെ പിന്നിലൊരു തത്വമുണ്ട്, അതുകൊണ്ടാണ്. കഥ പറയാൻ വേണ്ടിയല്ല, പക്ഷേ ആ കഥ പറയേണ്ട കഥയാണ്. ഇപ്പം ബഷീറിൻ്റെ ഒരു മനുഷ്യൻ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോഴും അത് പുതുതാണ്. കഥ പഴയതാണ്, പക്ഷെ പറയുമ്പോൾ അത് പുതുതായിട്ട് വരും. നമ്മൾ കിനാവ് കാണുന്നുണ്ട്, നന്മകളുടെ സംഘനൃത്തത്തെ. ഏതിരുട്ടിലും നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് വെളിച്ചത്തെ. അതുകൊണ്ട് നല്ല മനുഷ്യൻ, ഇതൊന്നും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം നല്ല മനുഷ്യൻ എന്ന കഥ. ഇല്ലെങ്കിൽ നമ്മൾ വായിക്കണം. അതിനോട് ചേർന്ന് നിൽക്കുന്ന
പലരും എന്നോട് ചോദിക്കേണ്ടായി ഇതാരാണ് എഴുതിയത്, അതെനിക്കും അറിയില്ല. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു കഥ. ഞാൻ ഈ കഥ എൻ്റെ ഒരു പ്രബന്ധത്തിൽ തെക്കുബീർ മുഴക്കിയ മലയാളി ചെഗുവേര എന്ന പേരിൽ വാര്യംകുന്നത്ത് കുഞ്ഞമ്മദാജിയെ അടിസ്ഥാനമാക്കി ഒരു ചെറിയ കുറിപ്പ് മാത്രമേ ആ പുസ്തകത്തിലുള്ളൂ. പുസ്തകത്തിൻ്റെ പേരതാണ്. അതിൽ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള ഒരു പ്രബന്ധമുണ്ട്. ആ പ്രബന്ധം ഞാൻ തുടങ്ങിയത് തന്നെ ഈ കഥ വെച്ചായതുകൊണ്ട് എൻ്റെ അടുത്തൊരു സുഹൃത്ത്, മലയാളത്തിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ വേണു അമ്പലപ്പടി എന്നോട് പറഞ്ഞു, കെയ്യൻ ആ പ്രബന്ധം നല്ല പ്രബന്ധമാണ്, പക്ഷേ എല്ലാവർക്കും അറിയുന്ന ഈ കഥ അതിൻ്റെ തുടക്കത്തിൽ കൊടുക്കേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു. എല്ലാവർക്കും അറിയോ എത്ര പേര് പറഞ്ഞു എന്നുള്ളതൊന്നല്ല പ്രശ്നം, അത് ഉൽപ്പാദിപ്പിക്കുന്നൊരു മൂല്യമുണ്ട്. അതുകൊണ്ട് ആ 2 വാക്കിൽ ആ കഥ ആദ്യം പറയാം, എന്നിട്ട് അതെങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുകൂടി പറഞ്ഞ് ഏകദേശം എൻ്റെ 20 മിനിറ്റാണ്. എനിക്ക് വാച്ചുമില്ല, പിന്നെ ഒരു ചെറിയ മൊബൈലൊക്കെ ഉണ്ട്, അത് പക്ഷേ ഈ സഞ്ചിയിലാണുള്ളത്. അതൊക്കെ ഒരു സൗകര്യമാണ്. പക്ഷേ ഇവിടെ അധ്യക്ഷനുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാച്ചും ഉണ്ടാവും, പിന്നെ മൊബൈലും ഉണ്ടാവും. സമയം കൃത്യം അദ്ദേഹത്തിന് അറിയാൻ പറ്റും. ഏകദേശം ഞാൻ ഇത് പറഞ്ഞാൽ എൻ്റെ സമയം തീരും എന്ന് വിചാരിക്കുന്നു. കഥ ഇതാണ്. ജൂൺ 21, ആ ദിവസം പ്രത്യേകം ഓർക്കണം, എന്നാലേ ഈ കഥയുടെ ഒരു സ്ഫോടന സ്വഭാവം വ്യക്തമാവുള്ളൂ. ഇൻ്റർനാഷണൽ ഹ്യൂമനിസ്റ്റ് ഡേ, സാർവദേശീയ മാനവിക ദിനമാണ് ജൂൺ 21. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ജൂൺ 21 ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. ഈ അട്ടിമറിയിലേക്ക് കണ്ണു തുറക്കാൻ സഹായിക്കുന്നതാണ് സത്യത്തിൽ ഈ കഥ. പക്ഷേ ആളുകൾ ഈ കഥയിലാണ്, അല്ലാതെ ഈ കഥ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജനായത്ത മൂല്യബോധത്തിലേക്കല്ല നമ്മൾ വരുന്നത്. ഞാൻ ആദ്യം കഥയൊന്ന് ചുരുക്കി പറയാം. ഒരമ്മൂമ്മ, ആ അമ്മൂമ്മ ഒരു കവലയിൽ ഒരു ബോർഡ് എഴുതി വെച്ചു. സത്യത്തിൽ അമ്മൂമ്മ അങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. ഒരാൾ നടന്നു പോകുമ്പോൾ കവലയിലൊരു ബോർഡ് കണ്ടു. ആ ബോർഡ് വേറിട്ടൊരു ബോർഡാണ്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കയ്യിൽ ഒരു 50 രൂപ ഉണ്ടായിരുന്നു, അത് വീണുപോയി. എനിക്ക് വളരെ പ്രായമായി, എനിക്ക് പല രോഗങ്ങളുമുണ്ട്, ഞാൻ അങ്ങേയറ്റം ദരിദ്രയാണ്. അതുകൊണ്ട് ഈ പണം കിട്ടുന്നവർ എനിക്കത് തിരിച്ചു തരണം. ഞാൻ താമസിക്കുന്നത് ഇന്നടത്താണ്, ഇന്ന വഴി പിന്നിട്ട് വലത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ എൻ്റെ കുടിലെത്താം. ആർക്ക് കിട്ടിയാലും അത് തരണം. ഈ കവലയിലെ ബോർഡ് വായിച്ച ഒരാൾക്ക് അയാൾക്കൊരു കൗതുകം തോന്നി. അയാൾക്ക് 50 രൂപ കിട്ടിയിട്ടൊന്നുമില്ല. അയാൾ 50 രൂപയുമായി, കിട്ടാത്ത 50 രൂപയുമായിട്ട് അയാൾ ഈ പറഞ്ഞ വഴികളിലൂടെ നടന്നിട്ട് ഈ അമ്മൂമ്മയുടെ വീട്ടിലെത്തി. പറഞ്ഞ പോലെ തന്നെ ഒരു കുടിൽ, വൃദ്ധയായ, ആരുമില്ലാത്ത, കണ്ണുപോലും കാണാത്ത ഒരു സ്ത്രീ ഇരിക്കുന്നു. അയാൾ ചെന്നിട്ട് പറഞ്ഞു, അമ്മൂമ്മക്ക് നഷ്ടപ്പെട്ട 50 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് അമ്മൂമ്മ സ്വീകരിക്കണം. അപ്പോൾ ആ അമ്മൂമ്മ പറഞ്ഞു, നിങ്ങൾ ഇവിടേക്ക് വരുന്ന 50ാമത്തെ ആളാണ്. ഇവിടെ വന്ന ഓരോ മനുഷ്യനോടും ഞാൻ പറഞ്ഞു, എനിക്ക് എഴുത്തും വായനയും അറിയില്ല, എനിക്ക് 50 ഉറുപ്പ്യ പോയിട്ടില്ല, ഞാൻ ആ കവലയിൽ ചെന്നിട്ടില്ല, ഞാനിങ്ങനെ ഒരു ബോർഡും എഴുതി വച്ചിട്ടില്ല. പക്ഷേ എത്രയോ ആളുകൾ വരുന്നു, അവരെനിക്ക് 50 രൂപ തരുന്നു. തരുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ദയവ് ചെയ്തിട്ട് ആ ബോർഡ് എടുത്തു മാറ്റണം. നിങ്ങളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ദയവ് ചെയ്ത് ആ ബോർഡ് എടുത്തു മാറ്റണം. അപ്പോൾ അയാൾ പറഞ്ഞു ശരി. അയാൾ ആ വീട്ടിൽ നിന്ന് അമ്മൂമ്മയെ 50 രൂപ പിടിപ്പിച്ച് ഇറങ്ങി നടക്കുമ്പോൾ വേറൊരാൾ ആ വീട്ടിലേക്ക് വരുന്നു. അയാൾ ഇയാളോട് ചോദിച്ചു, ഇവിടെ ഒരു അമ്മൂമ്മയുടെ വീടില്ലേ, അതെവിടെയാണ്? അപ്പോൾ അയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ആ വീട് ഇതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇയാളോട് ചോദിച്ചു എന്തിനാണ്? അയാൾ പറഞ്ഞു, എൻ്റെ 50 രൂപ, അമ്മൂമ്മയുടെ 50 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇയാളൊന്നും മിണ്ടിയില്ല, അയാൾ പോയി. ഇതാണ് കഥ, അത്രയേ ഉള്ളൂ. ഈ കഥയിലെ ചോദ്യം ഇതാണ്: ആരായിരിക്കാം ഇങ്ങനൊരു ബോർഡ് എഴുതി വച്ചത്? എന്തിനായിരിക്കാം ഇങ്ങനൊരു ബോർഡ് എഴുതി വച്ചത്? 50 രൂപ പലരും കൊടുക്കുമ്പോഴും അമ്മൂമ്മ എന്തുകൊണ്ടാണ്
എനിക്ക് പണം നഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് എഴുത്തും വായനയും അറിയില്ല, ഈ ബോർഡ് എഴുതിയ ഞാനല്ല, നിങ്ങളിതെടുത്ത് മാറ്റണമെന്ന് അമ്മൂമ്മ പറയുന്നത്. ഇതാണ് ഹ്യൂമനിസം, ഇതാണ് മാനവികത. ഇതാണ് ലോക മാനവിക ദിനത്തിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ട ഒരു കഥ. ഈ കഥയിലുള്ളത് ഒറ്റ വാചകത്തെ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളും ഞാനും നമ്മുടെ വ്യക്തിപരമായ ചെറിയ ലോകത്ത് നിന്ന് സാമൂഹ്യപരതയുടെ വിസ്തൃതമായ ലോകത്തിലേക്ക്, അവിടെ നിന്ന് പ്രാപഞ്ചികതയുടെ അതിവിസ്തൃതമായ ലോകത്തിലേക്ക് അറിയാതെ തുളുമ്പിപ്പോവുകയാണ്, കവിഞ്ഞു പോവുകയാണ്. അങ്ങനെ നമ്മൾ രൂപാന്തരപ്പെട്ടു പോവുകയാണ്. അമ്മൂമ്മ മാറുന്നു, ആ കവലയിലൂടെ സഞ്ചരിക്കുന്ന ഓരോ മനുഷ്യനും മാറുന്നു, എല്ലാവരും മാറുന്നു. അവരെങ്ങോട്ടാണ് മാറുന്നത്? അവർ മാറുന്നത് കുറേ കൂടി മുന്നോട്ടേക്കാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ്, അലർച്ചകളിൽ നിന്ന് അട്ടഹാസങ്ങളിൽ നിന്ന് ചേർത്ത് നിർത്തുന്നതിലേക്കാണ്, ആശ്ലേഷത്തിലേക്കാണ്. അങ്ങനെയുള്ളൊരു മാറ്റം, ആ മാറ്റമാണ് ജൂൺ 21 ഹ്യൂമനിസ്റ്റ് ഡേ. എന്നാൽ 2015 ഇന്ത്യയിൽ ജൂൺ 21 എന്ന് പറയുന്നത് യോഗാ ദിനമാണ്. അതേക്കുറിച്ച് ഒറ്റ വാചകം പറയാം. ഈ സാർവദേശീയ ദിനം വരുന്നതിന് മുമ്പും പലരും യോഗ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും യോഗ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വ്യക്തികളെന്ന നിലയിൽ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം, അതൊരു വിഷയമല്ല. പക്ഷേ ഇതൊരു സർക്കാർ വിഷയമാവുന്നത്, ഇതൊരു പ്രദർശനമാവുന്നത്, ഇതൊരു പ്രചാരണമാവുന്നത് പഠിക്കപ്പെടേണ്ടതുണ്ട്, പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലെ തത്വം? ആ തത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിത്തീർക്കുന്ന ഒന്നാണ്. ആ മാറ്റിത്തീർക്കൽ വ്യക്തമാക്കാൻ ഞാൻ തമിഴ്നാട്ടിലെ മെയ്വൈശാല എന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ആ മെയ്വൈശാല വലിയ പരസ്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ മനുഷ്യർ നല്ല ജീവിതമാണ് നയിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു ഐഡിയോളജി, ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അതിൽ പറയുന്നത് അവിടെ മദ്യമില്ല, അവിടെ മാംസമില്ല, അവിടെ രാഷ്ട്രീയമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാംസം വില്ലനാവുന്ന യോഗയിലായാലും നമ്മൾ ബബിത എന്ന വെജിറ്റേറിയൻ മുതലയെക്കുറിച്ച് പറയുന്നിടത്തായാലും എല്ലാ സ്ഥലത്തും ആളെ കൊല്ലുന്നിടത്തായാലും ഒക്കെ ഇതൊരു വില്ലനായി മാറുന്ന ഒരവസ്ഥ പതുക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ അടിവപ്പിലും അപകടങ്ങൾ പതിയിരിക്കുന്നത് എന്നതിലേക്ക് കണ്ണു തുറക്കാൻ, അവിടെയാണ് ഇൻ്റർനാഷണൽ ഡേയിലെ അമ്മൂമ്മയുടെ കഥ നമ്മളിൽ നിന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളത് നമ്മളിൽ മാത്രമായി ഉറപ്പിച്ച് നിർത്തുകയാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മളിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ മറ്റുള്ളവരിലേക്ക് വിമോചിപ്പിതമാക്കുന്ന ഒരവസ്ഥയിലേക്ക് വികസിപ്പിക്കാൻ സഹായകമായ എല്ലാ എഴുത്തും എല്ലാ വായനയും സകല അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സംവാദാത്മകമായ അർത്ഥത്തിൽ സ്വാഗതാർഹമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.